ഓക്കെ. സോ നമ്മളിന്ന് 4 ഫോറിൻ ട്രാവലേഴ്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ 2 പേരെന്ന് പറയുന്നത് ചൈനീസാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഫാഹിയനാണ്. രണ്ടാമത്തത് ഹ്യുവാൻ സാങ് എന്ന് പറയുന്ന ആളാണ്. പിന്നീടൊരു പേർഷ്യൻ ആയിട്ടുള്ള അൽ ബറൂണി വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മൊറോക്കൻ ആയിട്ടുള്ള ഇബ്ന് ബത്തൂത്ത. ഇങ്ങനെ 4 ട്രാവലേഴ്സ്, അവരുടെ സമയം, കോൺട്രിബ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ ആൾ ഫാഹിയൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അയാളുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു കാലഘട്ടവും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. 399 എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് ഫാഹിയൻ എത്തിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് ചൈനീസ് പിൽഗ്രിമാണ്. അപ്പം ആ നോളജർ എത്തിയത് ആക്ച്വലി 399 ആ ഒരു കാലഘട്ടത്തിലാണ് എത്തിയത്. ആരുടെ സമയത്താണ് എന്നതാണ് അടുത്ത ചോദ്യം. ഗുപ്ത എംപയർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഗുപ്ത എംപയറിൽ ആരാണ്? ചന്ദ്രഗുപ്ത ടൂവിൻ്റെ സമയത്താണ് അദ്ദേഹം എത്തിയത്. ഓക്കെ. അപ്പോൾ ഗുപ്ത എംപയറിൽ ചന്ദ്രഗുപ്ത ടൂവിൻ്റെ സമയത്ത് അദ്ദേഹം അവിടെ എത്തി. ഒന്നുകൂടെ ആ കാലഘട്ടം നമ്മൾ ഓർത്ത് വെക്കുക. എപ്പോഴാണ്? 399 എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് ഫാഹിയൻ എത്തിയത്. അപ്പോൾ അതാണ് ആദ്യത്തെ ചൈനീസ് ട്രാവലർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ചൈനീസ് ട്രാവലർ എന്ന് പറയുന്നത് ഹ്യുവാൻ സാങ് ആണ്. അപ്പോൾ ഹ്യുവാൻ സാങ് എത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഹർഷവർദ്ധനയുടെ ടൈമിലാണ് അദ്ദേഹം എത്തിയത്. അപ്പോൾ അത് ഏത് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 629 AD 629 അദ്ദേഹം എത്തിയത്. ഹ്യുവാൻ സാങ് എത്തിയത് ഹർഷവർദ്ധനയുടെ സമയത്ത് 629. ആൻഡ് യു ക്യാൻ സി യു കി എന്ന് പറയുന്നൊരു പുസ്തകം, അത് അദ്ദേഹത്തിൻ്റെയാണ്. ഹ്യുവാൻ സാങ്ങിൻ്റെ പുസ്തകമാണ് സി യു കി എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾക്ക് മനസ്സിലാക്കാം, നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു നോളജറായിട്ട് കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പം നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നോളജറായി വന്ന ഒരു കാലഘട്ടം 629 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവണം 629 മുന്നേ ആയിട്ട്. അപ്പോൾ എപ്പോഴാണ് നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയത്? അത് അതിന് തൊട്ട് മുന്നേ ഗുപ്ത എംപയറിൽ 427 കുമാരഗുപ്ത എന്ത് ചെയ്തു? അത് എസ്റ്റാബ്ലിഷ് ആക്കി നളന്ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ 427 എസ്റ്റാബ്ലിഷ് ആയി 629 അവിടെ ഹ്യുവാൻ സാങ് ഒരു നോളജറായിട്ട് അവിടെ എത്തി. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 629 നോളജറായിട്ട് എത്തി. ഇവിടെ 427 എസ്റ്റാബ്ലിഷ് ചെയ്ത നളന്ദ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ കുമാരഗുപ്ത. അപ്പോൾ അത് 2 പോയിൻ്റായിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ 427 629 അദ്ദേഹം അവിടെ എത്തുന്നു എന്നതുകൂടി ആലോചിച്ച് നോക്കുക. ഓക്കെ. സോ അപ്പോൾ ഇവർ 2 പേരാണ്. അപ്പോൾ ഹർഷവർദ്ധനയുടെ എച്ച് വെച്ചിട്ട് നമുക്ക് ഹ്യുവാൻ സാങ്ങിനെ കണക്ട് ചെയ്യാം. എച്ച് എന്ന രീതിയിൽ അതിനെ കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക. ഓക്കെ. അടുത്ത ട്രാവലർ എന്ന് പറയുന്നത് അൽ ബറൂണി എന്ന് പറയുന്ന ട്രാവലറാണ്. ഓക്കെ. അപ്പം അതൊരു പേർഷ്യൻ ട്രാവലറാണ്. അൽ ബറൂണി എന്ന് പറയുന്നത്